ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഉടൻ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൊന്ന് ഞെക്കി പൊട്ടിച്ചു. അതിൻ്റെ അർത്ഥം പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അന്നേരം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഓപ്പൺ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ടെലിഗ്രാം എനിക്കുണ്ട്. ടെലിഗ്രാം ഇല്ലാത്തവർക്ക് വീഡിയോയുടെ ഡീറ്റെയിൽഡ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്, അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പം അതിനായിട്ട് ടെലിഗ്രാമിൽ ഒരു ബോട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്, റീഗ്രാം എന്നും പറഞ്ഞ്. ഇതാണ് റീഗ്രാം. ഒരു ബോട്ട് നമ്മൾ സെർച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഈ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇതിനകത്ത് ചോദിക്കുന്നത് ഏതാണ് നിങ്ങൾക്ക് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യേണ്ടത്, ആരുടെയാണ് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം ഞാനിവിടെ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം BMW എന്ന് ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണ്, ഞാനിവിടെ കൊടുക്കണം. അപ്പോൾ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ വരും. അപ്പോൾ പോസ്റ്റ്, ഡൗൺലോഡ്, സ്റ്റോറീസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഞാനിവിടെ പോസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഈ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറേ വെഹിക്കിൾസിൻ്റെ ഫോട്ടോ, അതിൻ്റെ സ്റ്റോറി ഡീറ്റെയിൽസ് ഒക്കെ കാണും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം 3 ഡോട്ടുണ്ട്, ഏറ്റവും റൈറ്റ് സൈഡിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സേവ് ടു ഗാലറിയിലേക്ക് അയക്കാം. ഗാലറിയിലേക്ക് നിങ്ങൾക്ക് ഓൾറെഡി ഞാനിവിടെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഗാലറി ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് BMW ഫോട്ടോ ഞാൻ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്ത്. അതുപോലെ തന്നെ സിനിമ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഫോട്ടോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിലവിൽ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾക്ക് വേണേൽ ഒരു ലിങ്ക്, അതായത് ഒരു പ്രൊഫൈലിൻ്റെ ലിങ്ക്, ഒരു സിനിമ ആർട്ടിസ്റ്റിൻ്റെ ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്കൊരു സിനിമ ആർട്ടിസ്റ്റിൻ്റെ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ചെയ്തിട്ട് ലിങ്ക് ഇവിടെ കോപ്പി ചെയ്യും. അവരുടെ പോസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു, ഓപ്പണായി വരുന്നു. സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യാം നമുക്ക്. അതാ ഒരു ആളുടെ ഇത് കിട്ടി. ഞാൻ ഈ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. ഞാനിവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്ത് നേരെ റീഗ്രാമിലെ ബോട്ടിലേക്ക് വന്നിട്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ ആ പ്രൊഫൈൽ പിക്ചർ അവിടെ എത്തി. ജസ്റ്റ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു, ഞാനിവിടെ സേവ് ടു ഗാലറിയിൽ നിന്ന് കൊടുത്തു. അപ്പോൾ ഇതൊരു നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഫോട്ടോസൊക്കെ ഈസി ആയിട്ട് നല്ല ക്വാളിറ്റി തന്നെയുള്ള ഫോട്ടോസ്, ഇൻസ്റ്റാഗ്രാം ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പം ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.